ഗൈസ്, ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് താരേ ജമീൻ പർ എന്ന സിനിമയാണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആമിർ ഖാൻ, ഗിരിജ ഓക്ക്, ദർശിൽ സഫരി എന്നിവരെയാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആമിർ ഖാൻ തന്നെയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ ഹസൻ ലോയ് ടീമാണ്. പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സത്യജിത്ത് പാണ്ഡെ എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ദീപ ഭാട്ടി എന്ന് പറഞ്ഞ ഒരാളാണ്. അത് മറ്റേ ഷാറുഖ് ഖാൻ്റെ റൈസ് സിനിമയുടെ എഡിറ്റർ ഇവരാണ്. പിന്നെ പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സച്ചിൻ ബോയർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നൊരു കാര്യം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പർ പടം. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ. പടത്തിൽ എനിക്ക് ഹൈലൈറ്റഡ് പോസിറ്റീവ്സ് പറയാം. ഫസ്റ്റ് മ്യൂസിക് ആൻഡ് ബിജി സൂപ്പർബ്, ആ ഒരു ഹൈലൈറ്റഡ് പോസിറ്റീവായിരുന്നു. പിന്നെ ആമിർ ഖാൻ്റെ എൻട്രി സൂപ്പർ, ഒരു വൈബൊക്കെ തന്നിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ബീജിയം തന്നിട്ട് ഒരു വൈബ് വെച്ച്, മീൻസ് നമ്മളെ മറ്റേ ചോട്ട മുംബൈയിൽ ചറ്റിക്കുളങ്ങര തോങ്ങണ്ട് നടക്കുന്നു ആ പാട്ട് കാണിച്ച് മറ്റേ അങ്ങേരുടെ മീൻസ് ലാലേട്ടൻ്റെ എൻട്രി ആ പാട്ടോടെ കാണിച്ച് വൈബ് കാണിക്കേണ്ടത്. അതേമാതിരി ഇവിടെ ഒരു വൈബ് സാധനം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇൻസ്പയർ ആയിട്ടാണ് ചോട്ട മുംബൈയിൽ വന്നിരിക്കുന്നത്. അത് വേറെ കാര്യം. ഈ സിനിമ ഇറങ്ങിയത് 2007 പക്ഷേ ഞാനിപ്പോഴാണ് കാണാൻ പറ്റിയത്. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് അത്യാവശ്യം ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ, ഞാൻ പറഞ്ഞ 2 മണിക്കൂർ 42 മിനിറ്റ്. അതിൽ 1 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ആകുമ്പോഴാണ് ആമിർ ഖാൻ വരുന്നത്. അപ്പോൾ ആ ഒരു മീൻസ് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആമിർ ഖാനെ കാണിച്ചിട്ട് തീരാറാകുമ്പോഴാണ് ആമിർ ഖാനെ കാണിക്കണത്. പിന്നെ ആമിർ ഖാനും ഈ ചെറുക്കനും മീൻസ് ദർശിൽ സഫരി എന്ന് പറയുന്ന ചെറുക്കനും കൂടി ആറാട്ടാണ്. മീൻസ് എന്ത് ടൈപ്പ് ആറാട്ടാന്ന് വെച്ചാൽ ഒന്ന് വൈബ് തരുന്ന വിധത്തിലും പിന്നെ ഇമോഷണൽ വൈസും കോമഡി വൈസും അതൊക്കെ അത്യാവശ്യം വർക്കാവുന്ന വിധത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാല് കഴിയാത്തൊരു ചെറുക്കനുണ്ട് കേട്ടോ. ചെറുക്കനൊക്കെ അത്യാവശ്യം ഹൈലൈറ്റഡ് പോസിറ്റീവാണെന്ന് എനിക്ക് പറയാൻ തോന്നി അവൻ്റെ അഭിനയം. അവൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഗിരിജാക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നായിക തന്നെയാണ്. ഇടയ്ക്ക് സെക്കൻഡ് ഹാഫിലാണ് കൂടുതലായിട്ടും കാണിക്കണത്. അവരും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. അവർ ജവാനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും ക്ലൈമാക്സിൽ ഒരു മെസ്സേജും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര തൽക്കാലത്തേക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഒന്നാമത്തെ വയ്ക്കുക. അപ്പോൾ ടാറ്റ ബൈ ഡെൽറ്റ.